ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പഠിക്കുക. ഒരു രാത്രിയിൽ കൂടെ കർത്താവ് നമ്മെ സഹായിച്ചത് ഞാൻ ദൈവത്തിന് സഭാപതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പല പ്രയാസങ്ങളും ഈ ദേശത്ത് ഉണ്ടായെങ്കിലും ദൈവം നമ്മെ നമ്മുടെ യാത്രയിൽ ആവശ്യങ്ങളെല്ലാം ക്ഷേമത്തോടെ കാത്തല്ലോ. കർത്താവിന്റെ കരുതലിനായി, സൂക്ഷിപ്പിനായി, നടത്തിപ്പിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയ ജോകുട്ടി ബ്രദർ കർത്താവിന്റെ വചനം പഠിപ്പാൻ ഉത്സാഹത്തോടെ വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താന് ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിൽ അവിടെയുള്ള ദൈവവേലയ്ക്ക് അന്നു മുതലേ എൻ്റെ വീട് ഒരു ആശ്വാസമായിരുന്നുവെന്ന് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ദർശനം ആ വീടിന് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ തലമുറകൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശീമോൻ ദീർഘനാളുകൾ വയലിൽ അധ്വാനിച്ചിട്ട് ഒന്നും സന്തോഷിപ്പാൻ കിട്ടിയിരുന്നില്ല. എന്നാൽ യേശുവിന്റെ കുരിശിന്റെ ഒരറ്റൻ പിടിക്കുവാൻ, ചുമക്കുവാൻ ആ മനുഷ്യന് ഭാഗ്യം. അവരത് പ്രതീക്ഷിച്ചല്ല വയലിൽ നിന്ന് വന്നത്. റോമൻ പടയാളികൾ അവൻ നിർബന്ധിച്ചതിനാൽ ആ കുരിശ് അവൻ ചുമന്നു. ഞാൻ പിന്നെ അറിയുന്നത് അവന്റെ മക്കള് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. കുറേക്കാരനായ ശീമോന്റെ മക്കളെ ദൈവം എന്തിനാണ് അനുഗ്രഹിച്ചത്? കുറേക്കാരനായ ശീമോൻ പ്രസംഗിച്ചതുകൊണ്ടല്ല, ഒത്തിരി സമ്പത്ത് ദൈവവേലയ്ക്ക് കൊടുത്തതുകൊണ്ടല്ല, യേശുവിന്റെ കഷ്ടതയിൽ പങ്കുചേരുവാൻ ഭാഗ്യം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഒരു സന്തോഷം കൂടി നമ്മുടെ തമ്പി വിടുതലും കുടുംബവും സന്തോഷത്തോടെ മടങ്ങി വരുവാൻ ദൈവം സംഗതിയാക്കി. എന്റെ ഒരു ആഗ്രഹം അവരോട് പറയും, ഇനി ഇത്രയും നാൾ പോകും, ഒത്തിരി നാൾ പോയതുപോലെ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിച്ചു, നമ്മൾ ഒരുമിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളാണ്. ആരംഭം മുതലേ പഠിക്കുന്നത് നല്ലതാണെങ്കിലും പഠിച്ചതിന്റെ മറ്റൊരു ഭാഗം ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുക. യേശുക്രിസ്തുവിനോട് തന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കും. നമ്മുടെ കർത്താവ് അവർക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതേ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥന പറഞ്ഞു. അതാണ് സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണം എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന. യഹൂദന്മാർ അന്ന് ദൈവാലയമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ആയിരുന്നു. എന്നാൽ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തക്കവണ്ണമുള്ള പ്രാർത്ഥന അല്ലായിരുന്നു. ഭംഗിയുള്ള പ്രാർത്ഥനയായിരുന്നു, പക്ഷെ അത് മനുഷ്യരെ കേൾപ്പിക്കുവാൻ വേണ്ടിയുള്ള വെറും അഭിനയ പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അതിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ആദ്യത്തെ വാചകമാണ് ഇത്രയും ദിവസങ്ങളിൽ നാം പഠിക്കുവാനായിട്ട് എടുത്തത്. അതിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് ആരോട് പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. യേശു ആരോടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ? പിതാവിനോട്. യേശു ആരോട് പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കുകയും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ്. യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നാരോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല, യേശു അങ്ങനെ ചെയ്തിട്ടുമില്ല. യേശു മാത്രമല്ല, പഴയ നിയമ കാലങ്ങളിലുള്ള
പിതാക്കന്മാർ നിങ്ങൾ എടുത്തു നോക്ക്. ഉൽപ്പത്തി പുസ്തകം മുതൽ അബ്രഹാം പ്രാർത്ഥിക്കുന്നവനായിരുന്നു, മോശ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, യോശുവ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഏലിയാവ് പ്രാർത്ഥിച്ച് തീ ഇറക്കിയവനാണ്, എലീശ പ്രാർത്ഥിച്ചു. ഇവരെയൊക്കെ നിങ്ങൾ എടുത്തു നോക്ക്. പഴയ നിയമത്തിൽ ആരെങ്കിലും ദൈവത്തോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? യേശു വരെയുള്ളത് മാത്രമല്ല, ഇനി യേശു കഴിഞ്ഞുള്ളത് നോക്കിക്കേ. പുതിയ നിയമത്തിൽ പത്രോസ് ശ്ലീഹ, പൗലോസ് ശ്ലീഹ, യോഹന്നാൻ ശ്ലീഹ, അപ്പസ്തോല പിതാക്കന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി. ആരെങ്കിലും എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ദൈവത്തോടല്ലാതെ പ്രാർത്ഥിച്ചതായി ഈ പുസ്തകത്തിലുണ്ട്? കണ്ടോ? അതാണ് യേശു പഠിപ്പിച്ചത്. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ പ്രാർത്ഥന അതിന്റെ വഴിക്ക് വിട്ട എങ്കിൽ മാത്രമേ അത് വിലപ്പെട്ടതാണ്. ഒരു ദൈവ പൈതൽ അവന്റെ സൃഷ്ടാവാം ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ഒരു ദൈവ പൈതൽ അവന്റെ സൃഷ്ടാവാം ദൈവത്തിന്റെ ഉന്നതി മനസ്സിലാക്കി ബഹുമാനം കൊടുക്കുന്നതാണ് ആരാധന. ആരാധനയല്ല പ്രാർത്ഥന, പ്രാർത്ഥനയല്ല ആരാധന. ദൈവത്തിന്റെ ഉന്നതി, അത്യുന്നതി മനസ്സിലാക്കി ദൈവത്തിന് കൊടുക്കുന്ന യാഗമാണ്, അല്ലെങ്കിൽ അംഗീകാരമാണ്, സ്തുതിയാണ്, ബഹുമാനമാണ്, മഹത്വമാണ് ആരാധന. എന്നാൽ പ്രാർത്ഥന അതല്ല. പ്രാർത്ഥന നമ്മുടെ ഉടമസ്ഥനോട്, നമ്മുടെ സൃഷ്ടാവിനോട് നാം സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിന് ഒരു തടസ്സം വരാൻ പാടില്ല. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രം കൊടുക്കണം. അതുകൊണ്ടാണ് ആരാധന മറ്റാർക്കും കൊടുക്കാൻ പാടില്ലാത്തത്. അത് ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ഇതുപോലെ പ്രാർത്ഥിക്കേണ്ടത് ആരോട്? ക്രിസ്തീയ സമൂഹത്തിൽ ഒത്തിരി തെറ്റിദ്ധാരണ ഈ വിഷയത്തിലുണ്ട്. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് തെറ്റ് പഠിപ്പിക്കുന്നവനാണ്. യേശുക്രിസ്തു ഒരിക്കലും ഇന്നത് പറയാൻ കഴിഞ്ഞില്ല എന്ന് പരിതപിക്കേണ്ടി വന്നിട്ടില്ല. ഒടുവിലായി പറഞ്ഞു, സകലവും നിവൃത്തിയായി. ഒടുവിൽ യേശു ഗതസമനായ്ക്ക് മുൻപ് സീയോൻ മാളികയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, പിതാവേ, അങ്ങ് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഭൂമിയിൽ അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തി. എന്തെല്ലാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ചെയ്യണമെന്ന് യേശുവിനെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു, അത് മുഴുവൻ യേശു ചെയ്തിട്ടാണ് പോയത്. എന്തെല്ലാം താൻ പറയണമെന്ന് ഇവിടെ പദ്ധതി ഉണ്ടായിരുന്നു, അത് മുഴുവൻ പറഞ്ഞിട്ടാണ് യേശു പോയത്. അതുകൊണ്ട് ഇന്നത് പറയാൻ ഒത്തില്ലെന്നോ, ഇന്നത് പറഞ്ഞത് അധികപ്പറ്റായി പോയി എന്നോ പരിതപിക്കേണ്ടി വന്നിട്ടില്ല നമ്മുടെ കർത്താവ്. അവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അവൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. അവൻ ചെയ്യേണ്ടാത്തതൊന്നും ചെയ്തില്ല, അവൻ പറയേണ്ടാത്തത് ഒന്നും പറഞ്ഞില്ല. നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവിനോട് ആണ്. കണ്ടോ? ഇത് ഞാൻ പഠിപ്പിച്ചതാണ്. ഇത് വേദപുസ്തകം മുഴുവൻ എടുത്ത് നോക്കാം. ദൈവത്തോടല്ലാതെ ആരെങ്കിലും ആത്മീയരായിട്ടുള്ളവർ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല, ഇല്ല, ഇല്ലേ, ഇല്ല. രണ്ടാമത്തത്, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ദൈവമേ എന്ന് വിളിക്കുന്നവരല്ല പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നവർ പ്രാർത്ഥിക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാനുള്ള
യോഗ്യത പ്രാപിച്ചിട്ട് പ്രാർത്ഥിക്കണം. കണ്ടോ? അപ്പനും മക്കളും എന്ന ബന്ധത്തിൽ ദൈവവും മനുഷ്യനും എത്തിച്ചേരണം. അതിന് മാർഗമുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട്? യേശുവിനെ നമ്മൾ രക്ഷകരായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഒരു വ്യക്തി യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന്റെ പകരം, അല്ലെങ്കിൽ എന്റെ പാപത്തിന് ഞാൻ ശിക്ഷ ഏൽക്കേണ്ടവനാണ്. പാപത്തിന്റെ ശിക്ഷ എന്താണ്? മരണം. അത് ദൈവ കോടതിയുടെ വിധിയാണ്. അതെനിക്ക് പകരം ക്രൂശിൽ യേശു സ്വീകരിച്ചു. അതുകൊണ്ട് എന്റെ പാപത്തിന്റെ ശിക്ഷ യേശു സ്വീകരിച്ചതിനാൽ എനിക്ക് പാപമോചനം കിട്ടി. ഇത് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ പാപം തന്ന യേശുവിനെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് പാപമോചനം കിട്ടി. പാപമോചനം കിട്ടിയാൽ ഞാൻ ദൈവത്തിന്റെ അല്ല. പാപിയായി ജീവിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ അല്ല. കാരണം പാപം ദൈവത്തെയും നമ്മെയും തമ്മിൽ ദൂരെയാക്കും. നമുക്ക് പാപമോചനം കിട്ടിയാൽ ഓട്ടോമാറ്റിക്ക് നാം ദൈവത്തിൻ്റെതായി മാറും. ആരും നമ്മളെ എടുത്ത് വെക്കണ്ട. ഓട്ടോമാറ്റിക്ക് ഏത് വ്യക്തിക്കാണെങ്കിലും പാപമോചനം കിട്ടിയാൽ ആ വ്യക്തി പിന്നെ ദൈവത്തിന്റെ. നാമും ദൈവം നമ്മളോട് അകൽച്ച മാറിപ്പോയി. അതെവിടെ മാറിപ്പോയി? ക്രൂശിൽ. അതാണ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ 5 പൈസ കൊടുക്കണ്ട, ഒരു മലയിലും കയറണ്ട, ഒരു പള്ളിക്ക് ചുറ്റും ഉള്ളണ്ട, ഒരു നേർച്ചയും കഴിക്കണ്ട, ഒരു നെഞ്ചത്ത് വിധിക്കണ്ട. എന്റെ പാപങ്ങൾക്ക് പകരമായി യേശു ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ, അത് പറയുവാൻ എനിക്ക് ലജ്ജയില്ലാതെ വാ തുറന്ന് സംസാരിക്കാൻ സമ്മതിക്കുമ്പോൾ എനിക്ക് പാപമോചനം കിട്ടി. ഞാൻ ദൈവത്തിന്റെ മകനായി. ഒന്ന്, പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാണ്. 2, പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ മക്കളായിട്ടാണ്. 3, എങ്ങനെ പ്രാർത്ഥിക്കണം? അതിൽ 1-ാം ഭാഗം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശു പറഞ്ഞത് കണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ. പ്രാർത്ഥന ഐകമത്യത്തോടെ ആയിരിക്കണം. ഇവിടെ ഒരു വലിയ തോൽവി പലർക്കുമുണ്ട്. ഐകമത്യപ്പെടുക എന്ന് പറയുന്നത് അകം കൊണ്ട് ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽപ്പെട്ട വസ്ത്രം ധരിച്ച് ഇവിടെ വന്നിരിക്കുവാൻ കഴിയും. മറ്റൊരാൾ ഈ സഭയിലേക്ക് കടന്നു വന്നാൽ കണ്ടോ, അവരെല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയും. കാരണം എല്ലാവരും ഒരേ രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരേ രീതിയിൽ പല കാര്യങ്ങൾ മനുഷ്യരെ വെളിപ്പെടുത്തി ഐക്യതയെ കാണിപ്പാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഐക്യത കിട്ടത്തില്ല. ദൈവസന്നിധിയിലെ ഐക്യത എന്ന് പറയുന്നത് അകം കൊണ്ടുള്ള ബന്ധമാണ്. ഞാനും നിങ്ങളും പല ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഒന്ന് എന്ന ചിന്ത അകം കൊണ്ട് ഉണ്ടാക്കണം. അതില്ലെങ്കിൽ പ്രാർത്ഥന എത്ര ഭംഗിയുള്ളതായിരുന്നാലും, പ്രാർത്ഥന ദൈവത്തോട് ആയാലും, യേശുവിനെ സ്വീകരിച്ചവർ കഴിക്കുന്ന പ്രാർത്ഥനയാണെങ്കിലും ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് മാത്രമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച ശേഷവുമാണ്. എന്തുകൊണ്ട് ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? കേൾക്കത്തില്ല. ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഞാൻ ഐകമത്യമുള്ള വ്യക്തിയായിരിക്കണം. ഇത് ചെറിയ കാര്യമായി ചിന്തിക്കരുത്. ഇന്ന് ചെറുതായിട്ട് പലർക്കും സമുദായസ്ഥർ കുർബാനയ്ക്ക് മുൻപ് ഐകമത്യപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. പെന്തക്കോസ്തുകാർ ഐകമത്യപ്പെടുന്ന മറ്റൊരു ഭാഗമുണ്ട്. പെന്തക്കോസ്തുകാർ ഐകമത്യപ്പെടാൻ വേണ്ടി കൈ കൊടുക്കും, വിശുദ്ധ ചുംബനം കൊടുക്കും.
ഞങ്ങളെല്ലാം ഒന്നാന്ന് കാണിക്കുകയാണ് അതിൻ്റെ അർത്ഥം. സമുദായസ്ഥർ കൈകസ്തൂരി കൊടുക്കും. കുർബാന അനുഷ്ഠിക്കുന്ന പുരോഹിതൻ മുതൽ പള്ളിക്ക് കൊടുക്കുന്ന എല്ലാവരും ഉൾപ്പെടെ. എന്നുവെച്ചാൽ ധൂപക്കുറ്റി വീശി ധൂപക്കുറ്റി വാഴ്ത്തിയ ശേഷം ധൂപക്കുറ്റി അനുഗ്രഹിച്ച് പുരോഹിതൻ ശുശ്രൂഷകന്റെ കയ്യിൽ കൊടുക്കും. ശുശ്രൂഷകൻ ധൂപക്കുറ്റി വീശി പള്ളിയുടെ അങ്ങേറ്റം വരെ പോകും. ഇതിന്റെ അർത്ഥം ഇതാണ്: ധൂപക്കുറ്റി വീശി വരുമ്പോൾ കുരിശു വരച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അംഗീകരിക്കാവുന്നവർ മാത്രമേ ഇതിനകത്ത് നിൽക്കാവൂ. കുർബാന പ്രധാനമായി തുടങ്ങാൻ പോവുകയാണ്. പുറജാതികളോ മതാനുസാരികളായി വന്നിരിക്കുന്നവരോ മാമോദിസ ഏൽക്കാത്തവരോ പള്ളിക്ക് വെളിയിൽ നിൽക്കണം. അതിനാണ് കയറി ചെല്ലുന്നവർക്ക് ജാതികളുടെ പ്രാകാരം എന്ന രീതിയിൽ ഒരു ഭാഗമുണ്ട്. അവിടെ ഇറങ്ങി നിന്നോണം. അവർക്ക് പള്ളിക്കകത്ത് നിന്ന് കുർബാന കാണുവാൻ അനുവാദമില്ല. അത് വീശി തിരിച്ചു വന്നിട്ട് സൗമൻകാരോ ശ്രമിച്ചാൽ നാം എല്ലാവരും നല്ലവണ്ണം നിൽക്കണം എന്ന് ശുശ്രൂഷക്കാരൻ വിളിച്ചു പറഞ്ഞ ശേഷം പുരോഹിതൻ കൈകസ്തൂരി ശുശ്രൂഷക്കാരൻ കൊടുക്കും. ശുശ്രൂഷക്കാരൻ പള്ളിയുടെ രണ്ടു വശത്ത് നിൽക്കുന്ന ഓരോരുത്തർക്ക് കൈകസ്തൂരി കൊടുക്കും. പുരുഷന്മാർക്ക് കിട്ടിയ കൈകസ്തൂരി ഒടുവിൽ നിൽക്കുന്ന ആ പുരുഷന് വരെ പുരുഷന്മാർ മാറി മാറി കൊടുക്കും. സ്ത്രീകൾ അങ്ങനെ തന്നെ കൊടുക്കും. അങ്ങനെ അതിന്റെ അർത്ഥം ഈ പള്ളിക്ക് നിൽക്കുന്ന പുരോഹിതൻ മുതൽ അങ്ങേയത്ത് നിൽക്കുന്ന വ്യക്തി വരെ ഒന്നായി മാറിയിരിക്കുന്നു എന്നാണ്. എന്നിട്ടാണ് കുർബാനയിൽ പ്രധാന ഭാഗത്തേക്ക് പുരോഹിതൻ കടക്കാൻ പോകുന്നത്. പക്ഷേ പള്ളിയിൽ നിൽക്കുന്ന രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇയാൾ നിൽക്കുന്നിടത്ത് മറ്റേയാൾ നിൽക്കത്തില്ല, മാറിപ്പോയി. കാരണം ആളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല. ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ലെങ്കിലും ഒന്നാമത്തെ വ്യക്തി മുതൽ ഒടുക്കത്തെ വ്യക്തി വരെ മാറി മാറി കൊടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കൊടുത്തതായിട്ടാണ് അതിന്റെ അർത്ഥം. എന്നാൽ സഹോദരങ്ങളെ, കൈകസ്തൂരി കൊടുത്തത് കൊണ്ട് നമ്മൾ ഒന്നാകത്തില്ല. കെട്ടിപ്പിടിച്ച ചുംബനം ചെയ്തതുകൊണ്ട് നമ്മൾ ഒന്നാകത്തില്ല. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് കൈ കൊടുത്തത് കൊണ്ട് ഒന്നാകത്തില്ല. ഒന്നാകേണ്ടത് നമ്മുടെ അകം കൊണ്ടാണ്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളോട് വിരോധം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൈതന്ന് എന്തുകൊണ്ട് വിശേഷവും ചോദിക്കാം. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. മറ്റൊരാൾ കാണുമ്പോൾ അവർ തമ്മിൽ സ്നേഹമാണെന്ന് ധരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഐകമത്യം ഇല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ദൈവം നമ്മുടെ ഭിക്ഷ മേടിക്കാനിരിക്കുന്ന ഭിക്ഷക്കാരനോ, നമ്മുടെ കൈക്കൂലി വാങ്ങിച്ചിട്ട് നമുക്ക് കാര്യം സാധിപ്പിച്ചു തരുന്നവനോ, നമ്മുടെ പ്രാർത്ഥനാ വാചകത്തിന്റെ പ്രാസവും ഭംഗിയും കേട്ടിട്ട് നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നവനോ അല്ല. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ഹൃദയം ശരിയാകണം. അപ്പോൾ ഐകമത്യം അതാണ്. നിങ്ങൾ ഈ സ്വർഗസ്വനായ പിതാവേ പ്രാർത്ഥന ചൊല്ലി അതിനകത്ത് ഒന്നിലധികം പ്രാവശ്യം ഞങ്ങളുടെ എന്ന് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളെ എത്ര പ്രാവശ്യത്തിനകത്ത് വരുന്നു? യേശു വെറുതെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീ. ഏവണ്ണം? ഐകമത്യത്തോടെ. ഭർത്താവും ഭാര്യയും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഭാര്യ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും, ഭർത്താവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഒരുമിച്ചും പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാത്തവർ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ ഒരു ഗുണവുമില്ല. കണ്ടോ? രണ്ട് സ്ഥലത്താണ് ഭാര്യയും ഭർത്താവുമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ ഞാൻ കർത്താവ് നാമത്തിൽ പറയുക, രണ്ട് സ്ഥലത്താണെങ്കിലും ഇന്നത്തെ ഈ തലമുറയിൽ ഫോൺ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ 1 മിനിറ്റെങ്കിലും 2 മിനിറ്റെങ്കിലും ഫോണിൽ കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതൊരു നല്ല കാര്യമാണ് സഹോദരങ്ങളെ. ഇന്ന് ഒരു മേശയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന കാര്യകർത്താക്കന്മാർ ഭക്ഷണം കഴിക്കും. പക്ഷേ ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന അവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ചിരുന്ന് അവിടെ വീട്ടിൽ ദൈവത്തെ വിളിച്ചുകൂടാ?
നമ്മൾ എത്ര ഭക്തിയുടെ പാരമ്പര്യം പറഞ്ഞാലും നമ്മൾ ഐക്യത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം സീറോയാണ്. ഈ സഭയിൽ പറയുന്ന പ്രസംഗമോ, സഭയിൽ പറയുന്ന പ്രാർത്ഥനയോ, സഭയിൽ പാടുന്ന പാട്ടോ ഒന്നുമല്ല വലുത്. അതൊക്കെ വലുതാകണമെങ്കിൽ അതിനു മുൻപ് ഞാൻ നിങ്ങൾ ഭാഗത്ത് വ്യക്തി ജീവിതത്തിൽ ദൈവഹിതത്തിൽ നമ്മെ വിട്ടുകൊടുക്കണം. സാധാരണ അറിയാം, നിങ്ങളെ പാടിക്കോ, പ്രാർത്ഥിച്ചോ, പ്രസംഗിച്ചോ സഭയിൽ, പക്ഷെ വീട്ടിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മെ അങ്ങനെയാക്കിയാൽ സാത്താൻ ജയിക്കുക. നമ്മൾ സാത്താനെ ജയിപ്പിക്കുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഒരു ധാരണയാണ് നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ഒന്ന് പ്രവർത്തിക്കുമെന്ന്. ഇല്ല, ദൈവം നമ്മേക്കാൾ പോഷനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ഐക്യത. ഇതിന് ഞാൻ അല്പവിഷയം ഇതോട് ബന്ധപ്പെടുത്തി ഇപ്പോൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഐക്യത. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ദൈവികമായ ചിലത് ദൈവത്തിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ നിൽപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന് അശുദ്ധി പ്രവർത്തിച്ചിട്ട് ദൈവത്തിന് ദൈവമായി നിൽപ്പാൻ കഴിയത്തില്ല. കള്ളം കാണിച്ചിട്ട് ദൈവത്തിന് ദൈവമായി നിൽപ്പാൻ കഴിയത്തില്ല. ദൈവം ദൈവമായിരിക്കണമെങ്കിൽ ദൈവികമായ ഗുണങ്ങൾ ദൈവത്തിന് വേണം. ദൈവം പറയുകയാണ്, എനിക്ക് ചെവി കേൾക്കത്തില്ല, അതുകൊണ്ട് കുറച്ച് ഒറ്റത്തിൽ പ്രാർത്ഥിക്കണം. അത് ദൈവമായിരിക്കാൻ കൊള്ളത്തില്ല. ചെവി കേൾക്കാത്ത ദൈവം ദൈവമാണോ? കണ്ണു കാണാത്ത ദൈവം ദൈവമാണോ? എല്ലായിടത്തും എപ്പോഴുമായിരിക്കാൻ കഴിയാത്ത ദൈവം ദൈവമാണോ? എല്ലാം അറിയുവാൻ കഴിയാത്ത ദൈവം ദൈവമാണോ? ദൈവമായിരിക്കണമോ? എല്ലാം എപ്പോഴും അറിയുവാൻ കഴിയുന്ന ദൈവമായിരിക്കണം. ദൈവം സർവജ്ഞാനിയായിരിക്കണം. ദൈവം സർവ്വവ്യാപിയായിരിക്കണം. ദൈവം സർവശക്തനായിരിക്കണം. എനിക്കൊരു കഴിയത്തില്ല ദൈവം പറഞ്ഞാൽ അത് ദൈവമല്ല. ഇതുപോലെ ദൈവിക ഗുണം, ആ ഗുണത്തിൽ ഒരു പ്രധാന ഗുണമാണ് ദൈവിക ഐക്യത. എന്ത് ദൈവിക ഐക്യത എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ എലോഹീം അല്ലെങ്കിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മ, ത്രിഏക ദൈവം. ഒന്നേ ഗുണം ഒന്ന് സമം ഒരു വലിയ ഒന്നല്ല, ആ ആദ്യത്തെ ഒന്ന് പോലത്തെ ഒരു. ആ ഒന്നിനകത്ത് മൂന്നൊന്ന് കിടക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ഒരു സമചതുരം. 1 മീറ്റർ ഉയരവും 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു കട്ട. ഉയരം 1, നീളം 1, വീതി 1. കണ്ടു? ഇതാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മ. ഞാനെന്ന് പറയുമ്പോൾ എനിക്കൊരു ദേഹം, എനിക്കൊരു ദേഹി, എനിക്കൊരു ആത്മാവ്. അതാണ് ഞാൻ. ദേഹം എന്റേതാണ്, ദേഹി എന്റേതാണ്, ആത്മാവും എന്റേതാണ്. അതാണ് ഞാൻ. ഇത് തന്നെയാണ് ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ എന്ത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആളത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സാരാംശത്തിൽ ഒന്ന്. ഇതാണ് ദൈവിക തൃത്വം. ഈ തൃത്വം ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ അറിയാം? ദൈവത്തിന്റെ മുഴുവൻ പ്രവൃത്തിയിൽ എടുത്തു നോക്ക്. പിതാവ് പുത്രനുമായിട്ട് വഴക്കുണ്ടാകത്തില്ല, അഭിപ്രായ വ്യത്യാസം വരത്തില്ല. പിതാവ് പരിശുദ്ധാത്മാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരത്തില്ല, വഴക്കുണ്ടാകത്തില്ല. പുത്രൻ പിതാവുമായി വഴക്കില്ല, പരിശുദ്ധാത്മാവ് പിതാവുമായി വഴക്കില്ല. പുത്രൻ പരിശുദ്ധാത്മാവുമായി വഴക്കില്ല, പരിശുദ്ധാത്മാവ് പുത്രനുമായി അഭിപ്രായ വ്യത്യാസമില്ല. വേദപുസ്തകം മുഴുവൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി നോക്ക്. എവിടെയെങ്കിലും വെച്ച് പിതാവിനെതിരെ പുത്രൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് പിതാവ് പുത്രനെതിരെ പറഞ്ഞിട്ടുണ്ടോ?
എവിടെയെങ്കിലും വെച്ച് പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും എതിര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞാൽ ദൈവമായിരിക്കാൻ കഴിയത്തില്ല. പരാതി പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, അനേക സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 4000 വർഷത്തിന് മുൻപ് ദൈവം തീരുമാനിച്ചതാണ് പുത്രനെ നാട്ടിലേക്ക് അയക്കാൻ. ഒരു വീട്, ഒരു കൊച്ചു വീട്, ഒത്തിരി മുറിയൊന്നുമില്ല, ഒറ്റ മുറിയുള്ള ഒരു വീട് യേശുവിന് ജനിക്കാൻ കൊടുക്കാൻ വയ്യായിരുന്നു. കൊടുത്തോ? 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും യേശു പിതാവിനോട് വഴക്കടിച്ചോ? എനിക്കൊരു 100 നില വീട് ഞാൻ ചോദിച്ചില്ല, ഒരു മുറിയുള്ള വീട് എനിക്ക് എന്തുകൊണ്ട് തന്നില്ലെന്ന്. ഇല്ല. കൂടുതൽ ഒറ്റ കൊടുത്തപ്പോഴും, കൂടുതൽ തള്ളി പറഞ്ഞപ്പോഴും, കൂടുതൽ ആവശ്യപ്പെട്ടപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും പിതാവിനോട് വഴക്കുണ്ടാക്കിയോ? ഇല്ല. ഹല്ലേലൂയ. മുഖത്ത് പ്രേരിക്കുമ്പോൾ പിതാവിനോട് പെരുവിടുത്തോ? ഇല്ല. യേശു എപ്പോഴും പറയുന്നെങ്കിലായിരുന്നു, ഞാനും പിതാവും ഒന്നാണ്. അഭിപ്രായ വ്യത്യാസം പറയുവാൻ സാഹചര്യമില്ലായിട്ടല്ല, പറയത്തില്ല. അവർ ഒന്നാണ്. കണ്ടോ? അവർ ഒന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം എന്ന് നാം പറയുമ്പോൾ ആ ദൈവത്തിന്റെ മക്കളായ നാം എങ്ങനെ നാം ഒന്നാണോ? ഒരു കുടുംബം ഒന്നായിരിക്കണം. ഒരു സഭയിലെ വിശ്വാസികളും രാഷ്ട്രം ഒന്നായിരിക്കണം. ദൈവിക തൃത്വം പോലെ ആളത്വത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും സാരാംശത്തിൽ ഒന്നായിരിക്കണം. ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. നമ്മുടെ ധാരണയാണ് ഞാൻ പറഞ്ഞതുപോലെ, കുരിശിൽ തൊട്ടി വിളിച്ചാൽ ദൈവം പ്രസാദിക്കും, നേരത്തെ കാഴ്ചകളുടെ കൊടുത്താൽ ദൈവം പ്രാർത്ഥന കേൾക്കും. ഇല്ല, നമ്മുടെ ധാരണയാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കാവൂ. പ്രാർത്ഥിക്കുന്നത് ദൈവമക്കളാകണം. ദൈവമക്കളായാൽ മാത്രം പോരാ, ദൈവമക്കൾ ഐക്യമത്യമുള്ളവരായിരിക്കും. ഇത് ചടങ്ങല്ല, യാഥാർത്ഥ്യമായിരിക്കും. ഇനി ദൈവിക വിഷയത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം ദൈവം എന്ന് എഴുതിയ 1-ാം ഭാഗം ഏതാണ്? 1-ാമത്തെ ഭാഗം ഉൽപ്പത്തി 1:1 വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കണ്ടോ? ആദിയിൽ ദൈവം. ദൈവം എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് മൂലഭാഷയിൽ എലോഹീം എന്നാണ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മറ്റൊരു എളുപ്പം ഞാൻ പറയാം. കുരിശിൽ കിടന്ന യേശു ദൈവത്തെ വിളിച്ചതല്ല. എലോഹി എലോഹി ലമ്മാ ശബക്തനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. കണ്ടോ? ദൈവം എന്നതിന് കൊടുത്തിരിക്കുന്ന മൂലഭാഷാ പദം എലോഹീം. എലോഹീം എന്ന വാക്കിന്റെ അർത്ഥം ശക്തന്മാർ എന്നാണ്. എന്നാൽ എലോഹീം എന്നതിന്റെ ഏകവചനമാണ് എൽ എന്ന് പറയുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ബഹുവചനമാണ് എലോഹീം, ഏകവചനമാണ് അതിന്റെ എൽ. അവൻ എന്ന് പറയുമ്പോൾ നാം ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരും. അവൻ എന്ന് പറയുമ്പോൾ നാം ഉന്നതിയ വ്യക്തിയെ നമ്മുടെ മനസ്സിൽ കാണും. ഇതുപോലെ എൽ എന്ന് പറഞ്ഞാൽ സുറിയാനിയിൽ മൂലഭാഷയിൽ ഏകവചനമാണ്. മലയാളത്തിൽ അർത്ഥം ശക്തൻ. എലോഹീം എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, അർത്ഥം ശക്തന്മാർ. കണ്ട? ഉൽപ്പത്തി പുസ്തകം ആരംഭത്തിൽ പറയുകയാണ്,
സകലവും സൃഷ്ടിച്ചത് ആരാണ്? എലോഹി, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ കൂടിയാണ് എല്ലാം ഉണ്ടാക്കിയത്. കണ്ടോ ദൈവത്തിന്റെ ഐകമത്യം? ഞാനാണ് എല്ലാം ഉണ്ടാക്കിയതെന്ന് ഒരാൾക്ക് മുകളിൽ ഒരാൾക്ക് പറയാൻ കഴിയത്തില്ല. ദൈവിക ഐകമത്യം വേദപുസ്തകം ആരംഭിക്കുന്നത് ദൈവിക തൃത്വത്തെയും ഐകമത്യത്തെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്ക് നമ്മുടെ കൈകൊണ്ട് ഈ പുസ്തകം എടുക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഇത് നാം ഗ്രഹിച്ചിരിക്കണം. ഐകമത്യമില്ലാത്തവർക്ക് ഈ ദൈവവുമായി ബന്ധം ഇല്ല. അതുകൊണ്ടുള്ള ഭാവികളോ ദോഷമുള്ളവരോ കൂട്ടുപിടിച്ച് തോളെ കൈകൊണ്ട് നടക്കണമെന്നുള്ള അർത്ഥമല്ല ഈ പറയുന്നത്. ദൈവമക്കൾ തമ്മിലുള്ള ബന്ധമാണ്. അല്ലാത്ത ബന്ധം ഞാൻ പിന്നെ പഠിപ്പിക്കാം. ദൈവമക്കൾ ഐകമത്യമുള്ളവരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് കൂടി സകലവും സൃഷ്ടിച്ചു. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാ. യെശയ്യാ പ്രവചനം 48-12 വാക്യങ്ങൾ. യെശയ്യാ 48:12-13. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി. ഇതാര് പറയുന്നതാ? പിതാവാ ദൈവം. ദൈവം പറയുന്നു, എന്റെ കൈ ഇതെല്ലാം ഉണ്ടാക്കി. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലവും കണ്ടോ? അപ്പോൾ പിതാവാം ദൈവം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി. ഇവിടെ പറയണം ആരുണ്ടാക്കി? സകലവും പുത്രൻ മുഖാന്തരം ഉണ്ടായി. കണ്ടോ? ഇനി ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 4-ാമത് വാക്യം. 33:4. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തന്നു. നോക്കുക, കണ്ടോ സഹോദരങ്ങളെ, സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം കണ്ടോ? ചുരുക്കി പറഞ്ഞാൽ പിതാവ് സൃഷ്ടിച്ചു, പുത്രൻ സൃഷ്ടിച്ചു, പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതാണ് എലോഹി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി സൃഷ്ടിച്ചു. ഒറ്റയ്ക്കും അവകാശപ്പെടാൻ കഴിയുന്നത് കണ്ടോ? ഒത്തിരി വാക്യങ്ങളുണ്ട് ഇതിന് തെളിവായി. പിതാവ് സൃഷ്ടിച്ചു, പുത്രൻ സൃഷ്ടിച്ചു, പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചു എന്ന് പറയുന്ന അനേക വാക്യങ്ങൾ വേറെ പുസ്തകത്തിലുണ്ട്. ഞാൻ തെളിവിന് വേണ്ടി മാത്രം ഓരോരോ വാക്യങ്ങൾ വായിപ്പിച്ചു. എനിക്കറിയാൻ വായിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വസിപ്പാൻ മനസ്സുണ്ട്. കണ്ടോ? അപ്പോൾ വേദപുസ്തകം തുടങ്ങുന്നത് ദൈവത്തിന്റെ ഐകമത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഈ ദൈവത്തിന്റെ മക്കളായിരിക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നാം ചെല്ലണം. എന്റെ മക്കൾക്ക് എന്റെ സ്വഭാവമല്ലേ വേണ്ടത്? അത് ആയിരത്തിൻ്റെ സ്വഭാവമാണ് വേണ്ടത്. എന്നിട്ട് മതി. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ സ്വഭാവം എന്നത് എങ്ങനെ? ദൈവത്തിന്റെ സ്വഭാവമായതുകൊണ്ടാണ്. വേദപുസ്തകം പറയുന്നു, ത്രിയേക ദൈവം, ഐകമത്യമുള്ള ദൈവം. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ദൈവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിപ്പാൻ ഒത്തിരിയുണ്ട്. ഹൈന്ദവ പുരാണങ്ങളും അവതാരങ്ങളും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇതിന് ഗൗരവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവങ്ങൾ തമ്മിൽ അടിയാവണേ, അടിയാ ദൈവങ്ങൾ തമ്മിൽ. ഇവിടെ അങ്ങനല്ല. നമ്മുടെ ദൈവം ഐകമത്യമുള്ള ദൈവം.
അതെനിക്ക് പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം നമുക്കകത്ത് വേണം. 2, ഇനി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. കണ്ടോ? നാം നമ്മുടെ. അനന്തരം ദൈവം ഞാൻ എന്റെ എന്നെന്താ പറയാതെ ദൈവം പറഞ്ഞത് കണ്ടോ? അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. കണ്ടോ? ത്രിയേക ദൈവം സൃഷ്ടിയിൽ മനുഷ്യനോട് ബന്ധത്തിൽ വെളിപ്പെട്ടത് കണ്ടോ? അവിടെയും ദൈവത്തിന് തമ്മിൽ ഐകമത്യം. അത് ഞാൻ ഇതുപോലെ ഓരോ വാക്യങ്ങൾ എടുത്ത് പഠിപ്പിക്കാം. മനുഷ്യനെ ഉണ്ടാക്കിയത് പിതാവ്, മനുഷ്യനെ ഉണ്ടാക്കിയത് പുത്രൻ, മനുഷ്യനെ ഉണ്ടാക്കിയത് പരിശുദ്ധാത്മാവ്. കണ്ടോ? അതാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ. എന്തിനാണ് നമുക്ക് 3 ഭാഗം? ദേഹം, ദേഹി, ആത്മാവ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൽ തൃത്വമുള്ളതുപോലെ നമ്മിൽ തൃത്വം ദൈവം വരുത്തിയിരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് മറ്റ് സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ സാദൃശ്യത്തിൽ എന്ന് പറയാത്തത്. കാരണം മറ്റ് സൃഷ്ടികൾക്ക് ആത്മാവില്ല, ദേഹിയും ദേഹവുമേ ഉള്ളൂ. നമുക്ക് ദേഹിയും ദേഹവുമല്ല, ആത്മാവ് കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയിൽ ദൈവം പറയുന്നു, ഈ സൃഷ്ടി ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. നമുക്ക് പിന്നെ സമയമനുസരിച്ച് മനുഷ്യ ശരീരം, മനുഷ്യദേഹി, മനുഷ്യ ആത്മാവ് ഇവ നമുക്ക് പഠിക്കാം. സ്തോത്രം. അതുകൊണ്ട് ദേഹം കൊണ്ട് നമ്മൾ ഈ ലോകത്തെയും, ദേഹി കൊണ്ട് നമ്മെയും, ആത്മാവ് കൊണ്ട് നമ്മുടെ ദൈവത്തെയും അറിയുന്നു. ഈ ദേഹത്തിന് 5 വാതിലുണ്ട്. ആ 5 വാതിലാണ് പഞ്ചേന്ദ്രിയം. ആ പഞ്ചേന്ദ്രിയം കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത്. ദേഹിക ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മെ നാം അറിയുന്നത്. ആത്മാവിന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നാം ദൈവത്തെ അറിയുന്നത്. അതുകൊണ്ട് ഈ കൈ കൊണ്ട് ദൈവത്തെ പോകാൻ കഴിയത്തില്ല. ആത്മാവ് കൊണ്ടാണ് ദൈവവുമായി ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് ആരാധന ആത്മാവിലാകണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത്. ആത്മാവിൽ ആരാധിച്ചാലേ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. കൈയടിച്ചാൽ പോരാ, പാട്ടുപാടിയാൽ പോരാ. ഇതെല്ലാം ശരീരത്തിൽ ദേഹം കൊണ്ട് ചെയ്യുന്നതാണ്. ആ ചെയ്യുന്നതിൽ ആത്മാവ് കൊണ്ട് ആരാധനയുണ്ടാകും. അല്ലെ കൈകൊണ്ടും ദൈവത്തെ തൊട്ട് കാണിച്ച്, അല്ലെ കണ്ണുകൊണ്ട് ദൈവത്തെ ഒന്ന് നോക്കിക്കണ്ടേ? കഴിയത്തില്ല. നമ്മുടെ അകത്തെ മനുഷ്യനെ കൊണ്ടാണ് നാം ദൈവത്തെ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പഠിപ്പിച്ചില്ലേ, നമുക്ക് ഈ കണ്ണു കൂടാതെ കാണാൻ കഴിയും. ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ കണ്ണടച്ച് കിടക്കുന്നത് നന്നായി. എങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നം കേട്ടതല്ലല്ലോ, സ്വപ്നം കണ്ടതല്ലേ. ഈ കണ്ണില്ലാതെ കണ്ടത് കണ്ടില്ലേ? ഇതുപോലെ 3ാമത് കണ്ണ് നമുക്കുണ്ട്. അതാണ് വിശ്വാസ കണ്ണ്. ഈ കണ്ണുകൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടു. എന്റെ ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള എന്റെ ബ്രെയിൻ കൊണ്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് ഞാൻ കാണുകയാണ് ചെയ്തത്. എന്നാൽ എന്നിലുള്ള ആത്മകണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ അങ്ങനെ ദൈവത്തിന് എല്ലാം സൃഷ്ടിച്ചപ്പോൾ തൃത്വത്തിന്റെ ഐകമത്യം, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൃത്വത്തിന്റെ ഐകമത്യം. ഇനി മനുഷ്യൻ പാപം ചെയ്തു, പിശാചിന്റെ കൽപ്പന അനുസരിച്ച് ഹവ്വ പഴം തിന്നു, ആദാമിന് കൊടുത്തു, ആദാം തിന്നു. ഉടനെ ദൈവം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. 3:22.
തിരുമേളെ അറിവാൻ തക്കവണ്ണം താൻ നമ്മിൽ ഒരുത്തനെ പോലെ കണ്ടോ? നമ്മിൽ ഒരുത്തൻ കണ്ടോ? ദൈവത്തിന്റെ ഐക്യത്തിൽ മനുഷ്യൻ തെറ്റിയപ്പോൾ ദൈവം നമ്മിൽ ഒരുത്തനെ പോലെ. അവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇത് ചോദിക്കുക, ഒരാൾ തെറ്റ് ചെയ്താൽ, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്താൽ ഭർത്താവ് പറയും അല്ലേ ഇവരുടെ സ്വഭാവമാകുന്നു. ഭാര്യ പറയും അധികാരത്തിന്റെ സ്വഭാവമാണ്. നല്ലത് ചെയ്താൽ പറയും എൻ്റെ അപ്പന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ രാമയുടെ സ്വഭാവമാണ് കുഞ്ഞിന് കിട്ടിയത്. ദൈവം അവിടെ ചെയ്തത് കണ്ടോ? മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്.